മനസാക്ഷിയെ ഞെട്ടിച്ചും കണ്ണീരിലാഴ്ത്തിയും നടന്ന ദുരന്തങ്ങളുടെ ചരിത്രശേഷിപ്പുകളുടെ അവസാനത്തിന് വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് പട്ടാമ്പിയിലെ സ്ക്രാപ്പ് വ്യാപാര മേഖല. സംസ്ഥാനത്തെ ഞെട്ടിച്ച കോയമ്പത്തൂർ അവിനാശി ബസ് അപകടത്തിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തമിഴ്നാട് തിരുപ്പൂരിലെ അവിനാശിയിൽ KSRTC ബസ് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ നടുക്കുന്ന സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട ബസ്സാണിപ്പോൾ പട്ടാമ്പിയിലെത്തിച്ച് പൊളിക്കുന്നത്. 48 യാത്രക്കാരുമായി ബംഗളൂരിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന KSRTCയുടെ RS 784 നമ്പർ ബംഗളൂരു എറണാകുളം വോൾവോ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച ലോറിയിൽ നിന്നും റോഡിലേക്ക് വീണ കണ്ടെയ്നറിലേക്ക് KSRTC ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ബസിന്റെ വലതുഭാഗത്തിരുന്ന ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 19 പേരാണ് മരിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം തിരുവേഗപ്പുറ സ്വദേശികളും മരണപ്പെട്ടു. 2020 ഫെബ്രുവരി 20-നുണ്ടായ അപകടത്തിൽപ്പെട്ട ബസ്സാണ് 6 വർഷത്തിനു ശേഷം പൊളിക്കുന്നത്. എടപ്പാൾ ഡിപ്പോയിൽ നിന്ന് പട്ടാമ്പി വാടാനംകുറിശ്ശിയിലെ കാജ, കരീം, നവാസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള KGN ജനറൽ ട്രേഡിംഗ് കമ്പനിയാണ് ലേലത്തിൽ ബസ്സുകൾ എടുത്തത്. നിലവിൽ പട്ടാമ്പിക്കടുത്ത് കണ്ണന്നൂരിലെ ഒഴിഞ്ഞ പറമ്പിലാണ് ബസ് പൊളിക്കുന്നതിനായി എത്തിച്ചത്. ഈ ബസ്സിന് പുറമെ ഉപയോഗമില്ലാത്ത വേറെയും KSRTC ബസ്സുകൾ പൊളിക്കുന്നതിനായി കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ 21 പേരുടെ മരണത്തിനിടയാക്കിയ കരിപ്പൂർ വിമാന ദുരന്തത്തിലെ എയർ ഇന്ത്യ വിമാനവും പട്ടാമ്പി ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ചാണ് പൊളിച്ചത്. ബസ് പൂർണ്ണമായും പൊളിക്കുന്നതോടെ മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത മറ്റൊരു ദുരന്ത ചരിത്രത്തിന്റെ ബാക്കി പത്രം കൂടി ഓർമ്മയാകും. ഇത് സ്ക്രാപ്പ് ചെയ്യാൻ വണ്ടികൾ സ്ക്രാപ്പ് ചെയ്യുന്ന പരിപാടിയാണ്. അത് നമ്മള് KSRTC ലേലത്തിലെടുത്ത് സ്ക്രാപ്പ് ചെയ്യുന്ന പരിപാടി. ഇത് ഇപ്പോ 8 ഇനി വരാണ്ട്, സാധനം വരാണ്ട്, വണ്ടികൾ വരാണ്ട്. ഇത് ഓൺലൈൻ ലേലാണ് ഇപ്പൊ വരുന്നത്. അങ്ങനെ ലേലത്തിലെടുക്കും, അങ്ങനെ പൊളിക്കും, നമ്മളിങ്ങനെ കയറ്റി അയക്കുന്ന പരിപാടി. അതിങ്ങനെ വോൾവോ, മറ്റേ സാധാ ഇങ്ങനത്തെ മറ്റേ സ്കാനിയ, ഇതുപോലത്തെ സാധാ ബസ്സുകളൊക്കെ അങ്ങനെ ആ ലെവലിലേക്ക് കയറി. അപകടത്തിന്റെ ബസ് വന്നിട്ടുണ്ട് ഇവിടെ. 10-24 ആൾക്കാർ മരിച്ച സംഭവം. അത് നമ്മള് തമിഴ്നാട്ടില് ബോട്ടിൽ വെച്ച് അങ്ങനെ സംഭവിച്ചതാണ്. ഒരു 23 ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അത് നമ്മൾ വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ട്. അത് അവിടെ കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. വരുമ്പോ തന്നെ കാണുന്നതാ. ഈ ചാനൽ പട്ടാമ്പി. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബേയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 0% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബേയ്മെന്റുമായി കോൺടാക്ട് ചെയ്യും. Bayman, making it easy. Valanjeri, phone 9526 001 003.